ഇടുക്കി ഇടമലക്കുടിയിൽ പനി ബാധിച്ച ആദിവാസി ബാലൻ മരിച്ചു. കൂടലാർകുടി സ്വദേശി മൂർത്തി ഉഷ ദമ്പതികളുടെ മകൻ 5 വയസ്സുകാരനായ കാർത്തിയാണ് മരിച്ചത്. 10 കിലോമീറ്ററിലധികം ചുമന്നാണ് കുട്ടിയെ വാഹനത്തിനടുത്തേക്ക് എത്തിച്ചത്. ആശുപത്രിയിൽ എത്തും മുൻപ് കുട്ടി മരിച്ചു. യാത്രാ ദുരിതം പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അടിയന്തരമായി ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നമ്മുടെ ഈ വഴി സൗകര്യം ഇടമലക്കുടിയിലോട്ടുള്ള റോഡ് സൗകര്യം ഇല്ലാത്തതാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കുട്ടികൾ ഇങ്ങനെ പനി ബാധിച്ച് മരിക്കാനും മറ്റേ ഇതുപോലെ തന്നെ പനി ബാധിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ പറ്റാതെ ഇനി കുടിയിൽ ഇഷ്ടംപോലെ ആൾക്കാർ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ പാതി വഴിയായി റോഡ് പണി, പാതി വഴി പോലും ആയില്ല. അതിൽ സൈഡിൽ കൂടി ഒരു തൂമ്പ മണ്ണെടുക്കണമെങ്കിലും ഫോറസ്റ്റുകാർ അനുവദിക്കുന്നില്ല. ഫോറസ്റ്റിൻ്റെ മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, ചികിത്സ വൈകിയതാണോ മരണത്തിലെത്തിച്ചത്? ആ നിലയിലാണ് കാര്യങ്ങൾ വരുന്നത്. ഇടമലക്കുടി സ്വദേശികളായ മൂർത്തി ഉഷ ദമ്പതികളുടെ മകൻ കാർത്തിയാണ്, 5 വയസ്സുകാരൻ കാർത്തിയാണ് മരണപ്പെട്ടത്. പനി മൂലം മരണപ്പെട്ടത്. ചികിത്സാർത്ഥം തൊട്ടടുത്തുള്ള അടിമാലിയിലെ ആശുപത്രിയിലേക്ക് ചുമന്നുകൊണ്ടാണ് കാർത്തിയെ കൊണ്ടുപോയത്. തുടർന്ന് അവിടെ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു. തിരിച്ച് മൃതശരീരം ഇടമലക്കുടിയിലെ കുടിയിലേക്ക് കൊണ്ടുപോയത് തന്നെയും ചുമന്നുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. ആ വഴി പൂർണ്ണമായും തകർന്നു കിടക്കുന്ന സാഹചര്യമാണ്. ശക്തമായ മഴ മൂലം അതുവഴി വാഹനങ്ങൾ മറ്റും കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ വഴി പ്രശ്നം പരിഹരിക്കണമെന്നുള്ള ആവശ്യമാണ് ഇടമലക്കുടി സ്വദേശികൾ ഇപ്പോൾ ഉയർത്തുന്നത്. ഏതായാലും ദാരുണമായ സംഭവമാണ്. 5 വയസ്സുകാരൻ കാർത്തി ഇടമലക്കുടി സ്വദേശികളായ ദമ്പതികളുടെ മകനാണ് പനി മൂലം മരണപ്പെട്ടത്. കൃത്യമായ സമയത്ത് ചികിത്സ നൽകാൻ കഴിയാതിരുന്നതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്ന് നാട്ടുകാർ പറയുന്നു. വിവരങ്ങൾ നൽകിയത് മുഹമ്മദ് ആഷിഖ്.